ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സൊസൈറ്റി മീഡിയത്തെ പുതിയൊരു വീഡിയോക്ക് സ്വാഗതം. ഇന്ത്യപ്പനങ്ങ പോയിട്ടുള്ളത് സൂഫി ചരിത്രത്തില്, ഇസ്ലാമിക സൂഫി ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു മഹാനും ഒരുപാട് കറാമത്ത് നടത്തിയ ഒരു പരിശുദ്ധമായ ഒരു ആളുടെ മക്കബറത്ത് കാണാം. അതായത് കൊടകു ചരിത്രത്തിൽ അല്ലെങ്കിൽ മടിക്കേരിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മഹാനായ ബഹുമാനപ്പെട്ട ഷൂഫി സഹീദ് റളിയല്ലാഹു അൻഹു, അതേപോലെ സയ്യിദ് ഹസൻ ഷഖഫ് ഹളറമി റളിയല്ലാഹു അൻഹുയുടെ മഖബറ നോക്കുകയായിട്ടാണ്. മടിക്കേരിയുടെ ഏകദേശം ഒരു 31 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ ഒരു മഖബറ ഉള്ളത്. ഇനി ബഹുമാനപ്പെട്ട ഷൂഫി സഹീദ് റളിയല്ലാഹു അൻഹുയുടെ ചരിത്രം നിങ്ങൾ നോക്കിയിട്ട് കണ്ടെങ്കിൽ ഏകദേശം ഒരു 300 വർഷത്തെ മുന്നോളം ബഹുമാനപ്പെട്ടവർ പേർഷ്യത്തിൽ നിന്നാണ് വന്നതുകൊണ്ടാണ് ചരിത്രം ചൊല്ലത്. പേർഷ്യ അല്ല, ഈജിപ്തിൽ നിന്ന് വന്നതുകൊണ്ടും ചരിത്രത്തിൽ ചൊല്ലും. ഏതായാലും അതിൽ പ്രബലമായ അഭിപ്രായത്തിൽ പേർഷ്യ, ഇപ്പോഴത്തെ ഇറാൻ, പേർഷ്യത്തിൽ നിന്നാണ് വന്നതുകൊണ്ടാണ് ചൊല്ലത്. പിന്നെ ഈജിപ്തിലെ ബറോഗ് ചൊല്ലുക കാരണം മൂപ്പർ ഇന്ത്യക്ക് വന്നത് ഈജിപ്ത് തെരുവിലായതുകൊണ്ട്, ഈജിപ്റ്റ് ആയിട്ടാണ് വന്നത് കൊണ്ടിട്ടാണ് മൂപ്പർ ഈജിപ്തിൽ വന്ന രണ്ടും ചൊല്ലത്. ഏതായാലും ബഹുമാനപ്പെട്ടവർ ആ ഒരു ഇസ്ലാമിന്റെ പ്രചരണത്തിന് ഉപയോഗമായിട്ടും ബഹുമാനപ്പെട്ടവർ നേരെ എത്തിയത് ഇന്ത്യയിലേക്കാണ്. അപ്പോൾ ഇന്ത്യത്തിൽ ഫസ്റ്റ് ആയിട്ട് വന്നത് കുത്തിനാട് ചൊല്ലെ ജാഗയാണ്. ഈ കുത്തിനാട് അല്ലാണ്ട് ബാക്കി കുറേ ജാഗയിൽ ബഹുമാനപ്പെട്ടവർ എന്തായാലും വന്നിട്ട് ദച്ചേർ. അതിൽ ചിലപ്പെട്ടവരായിട്ട് തലക്കാവേരി, ഭാഗമണ്ഡല, കക്കബ്ബെ, കൊളക്കേരി, നാപ്പക്കുള് ഇങ്ങനെയുള്ള പ്രധാന ജാഗയിൽ വന്നിട്ട് മൂപ്പർ എന്തായാലും താമസിച്ചത്. അതേപോലെ മൂപ്പരൊട്ടിಗೆ മൂപ്പരുടെ എല്ലാവരും കൂടിയിട്ട് ഇന്തു. അതേപോലെ പിന്നൊരു വലിയാണ് മൂപ്പർക്ക് സഹായത്ത് ബേനിൽ മൂപ്പരട്ട് ഇന്ന് പിന്നൊരു വലിയാണ് ബഹുമാനപ്പെട്ട ഹസ്രത്ത് സയ്യദ് ഹസൻ സഖഫ് ഹളറമി ചൊല്ലൊരു പിന്നൊരു വലിയ. മൂപ്പർ യമന്റെ ഹലർമൗത്തിൽ നിന്ന് വന്ന ആളാണ്. മൂപ്പറും ബഹുമാനപ്പെട്ട സഹായത്ത് കൂടി ഇന്ന ഒരു ആൾ കൂടിയായിട്ട് ഇക്കറ നിങ്ങൾ ജണ്ടല മക്ബറും ഈ ഒരു പരിശുദ്ധമായ ജാഗയിൽ ഉണ്ട്. ഇനി ബഹുമാനപ്പെട്ട സൂഫി ഷഹീദ് റളിയല്ലാഹു അൻഹു ഈ കൊടക് ഈ ജാഗക്ക് വരികയും സൂഫിയായി ഇരിക്കുകയും, അതായത് അള്ളാഹുവിനെ ആരാധിക്കുകയും അതേപോലെ ഇസ്ലാം പ്രചരണമാക്കുകയും ചെയ്തു. ഇങ്ങനെ ഈ ഇസ്ലാം പ്രചരണം ആക്കിയത് കൊണ്ടിട്ട് ഇയാളുടെ ഈ സ്വഭാവവും ഇയാളുടെ ഒരു ഗുണവും കണ്ടിട്ട് ആൾക്കാർ എന്തായാലും ബഹുമാനപ്പെട്ടവർ മേലെ ആകർഷണയായിട്ട് ഇസ്ലാം സ്വീകരിക്കുക തുടങ്ങിയത്. ഒരുപാട് ആൾക്കാർ ഇസ്ലാം സ്വീകരിക്കും, അതുപോലെ ഒരുപാട് മതത്തുള്ള ആൾക്കാർ മൂപ്പരെ ഇഷ്ടപ്പെടുകയും ചെയ്തു. അങ്ങനെ ഇക്കര സന്ദർഭത്തിലാണ് ഇസ്ലാമിക ആൾക്കാർ കൂടിയതിനെ കണ്ടിട്ടും അതേപോലെ അതിലുള്ള ഇൻട്രസ്റ്റ് ആയിട്ട് ഇത് കണ്ട ചില ശത്രുമായ ആൾക്കാർ ഞങ്ങൾ എതിരെ കണ്ടതാണ് ബഹുമാനം സൂഫി ഷഹീദ് റളിയല്ലാഹു അൻഹു മക്ബർ. അതേപോലെ ഈ കണ്ടത് വലത്തെ സൈഡിൽ കാണുന്നത് ഹസൻ സഖഫ് റളിയല്ലാഹു അൻഹുവിന്റെ മക്ബറായിട്ട് ഈ രണ്ട് മക്ബറാണ് മുട്ടമുട്ടാണ് ഉള്ളത്. അങ്ങനെ ചൊന്നും വന്നത് മൂപ്പരമേൽ ആ ഒരു ആൾക്കാർ ഇസ്ലാം സ്വീകരിക്കുന്നത് കണ്ടിട്ട് ശത്രുപക്ഷ ചില ആൾക്കാർക്ക് ഇത് ഇഷ്ടമില്ലാണ്ട് മൂപ്പരമേൽ ശത്രുത വന്നു. അങ്ങനെ എന്താക്കിയാറ് ഫസ്റ്റ് ആയിട്ട് ബഹുമാനപ്പെട്ട ആളുകൾ ചൊന്നാറ് ഈ കുറപാട് ഭീഷണിയെല്ലപ്പെടുത്തിയിട്ട് ഇന്നും ഇതൊന്നും അയാൾ കാതു കൊടുക്കാണ്ട് ഇന്ന സന്ദർഭത്തിൽ മൂപ്പരുടെ മേലെ യുദ്ധമാക്കുക തുടങ്ങിയാറ്. പക്ഷെ എത്ര യുദ്ധമാക്കിയിട്ടും മൂപ്പർ എന്താക്കുമോ എല്ലാവരും കൊല്ലുകയോ ഇല്ലെങ്കിൽ മൂപ്പരുടെ മേൽ ഇങ്ങനെ എന്ത് ആയുധം പ്രകടിപ്പിച്ചോ അതൊന്നും അയാളുടെ മേൽ എന്തായിട്ടില്ല എന്ത് അതൊരു അയാൾക്ക് എഫക്റ്റ് ആയതുകൊണ്ടില്ല എന്ത്. ഈ സന്ദർഭത്തിലാണ് ശത്രുപക്ഷ ആലോചനാക്കുന്നത് ഇനി നേരായിട്ട് മൂപ്പര മേലെ യുദ്ധമാക്കുക ഞങ്ങളെ കൊണ്ട് സാധ്യമല്ല. ഇന്നപ്പോൾ ഞങ്ങൾ എന്താ മൂപ്പരെ ചതിച്ചിട്ടാണ് ഞങ്ങൾ എന്താക്കേണ്ടത് കൊല്ലുക ഞങ്ങൾ ശ്രമിക്കേണ്ടത് ഈ ശത്രുപക്ഷ അങ്ങ് ആലോചിച്ചാറ്. അങ്ങനെ ഏതൊക്കെ എന്തിനാണ് ആക്കേണ്ടത് അപ്പം അങ്ങ് വെച്ചാൽ ഒരു ടൈമും അല്ലെങ്കിൽ ഒരു പ്ലേസ് മൂപ്പര ശ്രദ്ധയില്ലാത്തൊരു സമയത്താണ് മൂപ്പരെ ഞങ്ങൾ കൊല്ലേണ്ടതെന്ന് ഇങ്ങനെ എന്താക്കിയാൽ തീർമാനം ആക്കിയാറ്. അങ്ങനെ ഇങ്ങനെയാണ് മൂപ്പരെ ചതിക്കറേണ്ട ഇങ്ങനെ ഇക്കര സന്ദർഭത്തിലാണ് ഇങ്ങനെ എന്താക്കിയത് മൂപ്പരെ എല്ലാവുള്ളി ഇങ്ങനെ പിടിച്ചത്. അങ്ങനെ മൂപ്പരെ എല്ലാവുള്ളി ഇങ്ങനെ പിടിക്കുകയും അങ്ങനെ എന്താക്കിയാറ് മൂപ്പരെ എല്ലാവുള്ളി പൈസ കൊടുത്തിട്ട് വശീകരണമാക്കിയാറ്. അത് കുറേ അഭിപ്രായമുണ്ട്. ഒന്ന് മൂപ്പരെ അങ്ങനെ പൈസ കൊടുത്തിട്ടാണ് അവളെ വശീകരണമാക്കിയത്, അതല്ലെങ്കിൽ അവളെ പേടിപ്പാട്ടിയിട്ടാണ് ഒരു വശീകരണമാക്കിയത്, അതല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഷൂഫി ഷഹീദ് റളിയല്ലാഹു അൻഹു ഇത്ര വലിയ ഒരു ഉന്നതിയിലെത്തിയ ആളെ കൊണ്ട് മൂപ്പറുള്ള ഒരു
അസൂയൽ ഈ ശത്രുപക്ഷങ്ങളെ കൂടിയെന്നിട്ടും ചരിത്രം ചൊല്ലും. ഏതായാലും അങ്ങനെ എന്താക്കിയ സൂഫി ഷഹീദ് റളിയല്ലാഹുവിൻ്റെ ഈ ഒരു എല്ലവില്ല എന്താക്കിയാൽ ഇങ്ങനെ വശത്തേക്ക് ആക്കിയാൽ. അപ്പോൾ എങ്ങനെയാണ് നിൻ്റെ മൂത്തോൻ്റെ കൊല്ലക അവിടെ ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിലാക്കുള്ള ഒരു ഇത് കേട്ടിട്ടാകുമ്പോൾ ഈ പെങ്ങൽ എന്താക്കിയത് ബഹുമാനപ്പെട്ട സൂഫി ഷഹീദ് റളിയല്ലാഹുവിൻ്റെ കേട്ടത്. അതായത് ഇത്രയുള്ള ആൾക്കാർ നിങ്ങളെ യുദ്ധമൊക്കെ വന്നുള്ളവർ നിങ്ങൾ കൊല്ലവ് വന്നു, പക്ഷെ നിങ്ങൾ ഇതൊന്നും നാട്യമുണ്ടില്ല, ഇത് എന്താണ് ഇതുക്കുള്ള ഒരു പ്രത്യേകത എന്തേ? അപ്പോഴാണ് ബഹുമാനപ്പെട്ട സൂഫി ഷഹീദ് റളിയല്ലാഹു അൻഹു ആ ഒരു ചെറിയൊരു രഹസ്യ തൻ്റെ ലെവലിലേക്ക് ചൊല്ലത്. അതായത് മൂപ്പര ഒരു ശരീരത്തിൽ ഒരു മൂപ്പര ഡ്രസ്സിൽ ഇത്ര വലിയ ആത്മീയ ഒരാളല്ല, അപ്പോൾ ഡ്രസ്സിൽ ഒരു സാധനം അയാൾ എന്താക്കിയിട്ട് എന്ത് കെട്ടിവെച്ചിട്ട് എന്ത് അതൊരു ഇല ഉണ്ടും അല്ല വേറെന്തോ ഒരു ആത്മീയമായ ഒരു കാര്യമാണ്ടും ചൊല്ലും. അത് ഇയാൾ ഡ്രസ്സിൽ ഇന്നത് കൊണ്ടിട്ടായിട്ട് എത്രയേ എന്താക്കിയിട്ട് കൊല്ലം ശ്രമിച്ചിട്ടൊന്നും മൂപ്പര കൊല്ലം ആയോണ്ട് ഇല്ലാത്ത അങ്ങനെയൊക്കെ സന്ദർഭത്തിലാണ് ഈ ഇലവിൽ എന്താക്കിയത് ആ ഒരു സാധനത്തെ ഇല്ലാതാക്കുകയും ഒരു തക്കമായ ഒരു സമയം നോക്കിയിട്ട് ശത്രുപക്ഷങ്ങളായ ആൾക്കാരെന്താക്കിയത് ബഹുമാനപ്പെട്ടവരെ കൊല്ലുക വന്നത്. അതായത് ഒരു ഉച്ച സമയത്തിലാണ് ചൊല്ലത്. ഒരു ഉച്ച സമയം ചോർണക വന്ന സന്ദർഭത്തിൽ ഇങ്ങെന്താക്കിയത് ബഹുമാനപ്പെട്ട സൂഫി ഷഹീദ് റളിയല്ലാഹു അൻഹുവിടെ ആ ഒരു ശരീരത്ത് ഗുണ്ട് വിടുകയും അങ്ങനെ ബഹുമാനപ്പെട്ട ആ ഗുണ്ട് ഏറ്റെടുത്തു കൊണ്ടിട്ട് അസ്തമയത്തിൽ മരണപ്പെട്ടിട്ടില്ലെങ്കിലും ബഹുമാനപ്പെട്ടവരെന്താക്കിയത് അവിടെ നിന്നിട്ട് പോയിത്തു. അങ്ങനെ അവിടെ നിന്നിട്ട് ബഹുമാനപ്പെട്ടവർ പോവുകയും പിന്നെ ഒരു പാറക്കല്ലുടെ മേലാണ് ബഹുമാനപ്പെട്ടവർ പോയിട്ട് കിടക്കുന്നത്. ആ പാറക്കല്ല് ഇപ്പം ബഹുമാനപ്പെട്ട സൂഫി ഷഹീദ് റളിയല്ലാഹു അൻഹുവിടെ അവർ നിയമമായിട്ട് അവർ ജാഗിലുണ്ട്. ഇൻഷാ അല്ലാഹ് അത് അടുത്ത വീഡിയോയിലാണ് ആ ഒരു സംഭവം കാട്ടുക. അവിടെ ഏറ്റവും വലിയ ചരിത്രം വന്നെങ്കിൽ ഏറ്റവും വലിയ കറാമത്ത് ചെന്നെങ്കിൽ അവിടെ ബഹുമാനപ്പെട്ടവർ കിടക്കുന്ന സന്ദർഭത്തിൽ ഒരു അതായത് ഷൂട്ട് പോകേണ്ടതിൽ ഒരു 22 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ ഒരു പാറക്കല്ല് അവിടേക്കാണ് ബഹുമാനവർ വന്നിട്ട് കിടന്നത്. അങ്ങനെ അവിടെ കിടക്കുന്ന സന്ദർഭത്തിൽ ഇയാൾ നോക്കുക 6 മാലില്ലാത്ത സന്ദർഭത്തിലാണ് ഒരു പൈ വരുകയും പൈ വന്നിട്ട് അതിലെ വന്നിട്ട് ബഹുമാനപ്പെട്ടവർ പാൽ കൊടുക്കുകയും ചെയ്തു. ഒരു വലിയൊരു ചരിത്രം, ഒരു വലിയൊരു കറാമത്താണ് ചരിത്രത്തിൽ ഉള്ളത്. ഇൻഷാ അല്ലാഹ് അത് അടുത്ത വീഡിയോത്തിൽ ആ ജാഗ്യം ആ പ്ലേസും അതേപോലെ അതിരൊട്ടി വന്ന കടിച്ചും അതേപോലെ നല്ല ബഹുമാനപ്പെട്ട കൈപ്പാടും അതേപോലെ ചോരടി ചെറിയൊരു അച്ചും അതിപ്പോൾ നമുക്ക് അവിടെ കാണാൻ സാധ്യതയുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാട്ടാം. അപ്പോൾ ഇങ്ങനെ ബഹുമാനപ്പെട്ടവർ അവിടെ വെറും 3-4 കഴിഞ്ഞതിന് ശേഷം പിന്നായിട്ടേക്ക് ബഹുമാനപ്പെട്ടവർ വഫാത്താവുകയും അവിടെ നിന്നിട്ട് ബഹുമാനപ്പെട്ടവർ ഈ ഒരു ജാഗയിൽ വന്നിട്ട് എന്താക്കിയാൽ അടിക്കുക. അപ്പോൾ ഏറ്റവും വലിയ ചരിത്രവും ഇല്ലെന്നും അതുപോലെ ഒരുപാട് കറാമത്തും കാട്ടിറങ്ങിയത് ഒരു മഹാനും കൂടിയായിട്ട് ബഹുമാനപ്പെട്ട സൂഫി ഷഹീദ് റളിയല്ലാഹു അൻഹു. അതുമാത്രമല്ല ബഹുമാനപ്പെട്ടവരെന്നാണ് പഠിച്ചെന്ന പോലെ ബഹുമാനപ്പെട്ട മഖബറയുടെ നേരെ എതിരിലായിട്ടാണ് ബഹുമാനപ്പെട്ട സഖഫ് റളിയല്ലാഹു അൻഹുയുടെ ഹസൻ സഖഫ് റളിയല്ലാഹു അൻഹുയുടെ മഖബറ ഉള്ളത്. ഇത് ബഹുമാനപ്പെട്ടവരെ സഹായിയായിട്ട് ഇന്ന ഒരാളും കൂടിയാണ്. അതുപോലെ എല്ലാ രീതിയിലും മൂപ്പറും ഒരു ഷഹീദായിട്ടാണ് ചൊല്ലപ്പെടുന്നത്. മൂപ്പർ എങ്ങനെയാണ് മരണപ്പെട്ടത് അതേ ഒരു രൂപത്തിലാണ് ബഹുമാനപ്പെട്ട ഹസൻ സഖഫ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടതുകൊണ്ടാണ് ചൊല്ലിയത്. അതേപോലെ ഈ ഇങ്ങനെയുള്ള അതേപോലെ ബഹുമാനപ്പെട്ടവരെ കുതിരയുടെ കാത്തോണ്ട് ഇന്നെനിക്കത്തെ ഒരാളെ മക്കബറും കൂടിയുണ്ട് ഈ ഒരു സൂഫി ഷഹീദ്. അതായത് സൂഫി ഷഹീദ് റളിയല്ലാഹു അൻഹു അവിടെ മക്കബറത്തെ ഒരു ഇടത്തെ സൈഡിലായിട്ടാണ് പോകുന്നത്. സഖഫ് റളിയല്ലാഹു നേരെ കീഴായിട്ടുള്ള ഒരു ഈ കാണുന്ന സഖഫ് റളിയല്ലാഹു ഉണ്ട്. ഈ സഖഫ് റളിയല്ലാഹു നേരെ ഓപ്പോസിറ്റിലായിട്ട് ബഹുമാനപ്പെട്ടവരെ കുതിര കാത്തോണ്ട് ഇന്നെനിക്കത്തെ ആളുടെ മക്കബറും കൂടി ഉണ്ട്. അങ്ങനെ ഈ ഒരു ദർഗത്തേക്ക് പെണ്ണുങ്ങൾക്ക് എന്തില്ല പ്രവേശനമില്ല. കാരണം എന്നുണ്ടെങ്കിൽ മൂപ്പറ് എല്ലാവരും ചതിച്ച കാരണത്ത് കൊണ്ടിട്ടോ മൂപ്പർക്ക് ഇനി പെണ്ണുങ്ങൾ കൊണ്ട് ഒരു അദബ് എന്ന നിലക്ക് ഇപ്പോഴും എന്തില്ല ബഹുമാനപ്പെട്ട സൂഫി ഷഹീദ് റളിയല്ലാഹു അൻഹു മഖബറക്ക് പോവുകയില്ല. ഞാൻ ചൊന്നത് ഇതാണ് ബഹുമാനപ്പെട്ട സൂഫി ഷഹീദ് റളിയല്ലാഹു അൻഹുയുടെ കുതിരയുടെ കാത്തോ ഇന്ന് ആളുടെ മഖബറാണ് പറയപ്പെടുന്നത്. ഇതായിട്ട് ആ ഒരു മഖബറ ഹസൻ സഖഫ് റളിയല്ലാഹു അൻഹു നേരെ മഖബറയുടെ എതിരാണ്. അപ്പോൾ ഇതാണ് ബഹുമാനപ്പെട്ട സൂഫി ഷഹീദ് റളിയല്ലാഹു അൻഹുയുടെ ഒരു ചരിത്ര ചൊല്ലത്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് എവിടെയാണ് മരണപ്പെട്ടതും ആ മരണപ്പെട്ട ജാഗ്യം അതേപോലെ പൈ വന്ന് പാൽ കൊടുത്ത ജാഗ്യം എല്ലാം നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാട്ടാം. ഞങ്ങൾ അവിടെ പാടിയ തവസ്സുൽ ബൈത്ത് ഒന്ന് നോക്കിയിട്ട് പറയാം. മികനാമം
شهيد الله صلاة الله سلام الله رضاه الله سلام الله على الصوفي شهيد الله في مكة تناياني وراضي حبيب لوداني بصوفينا شهيد الله തെളിതെങ്കൾ വജഹാലെ തെളിയണമെന്നമാലെ തെളിമണികന്ധനിനവാലെ ബിസൂഫീന ഷഹീദില്ല സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലന്നൂരി ഹബീബില്ലാഹ് റിളാഹുല്ലാഹ് സലാമുല്ലാഹ് അലസ്സൂഫി ഷഹീദില്ലാഹ് ശറഫാൽ بطولاك شهادة يقولاك شفاعة أهلاك بصوفنا شهيد الله ഇൻഷാല്ലാ. ഇനി ബാക്കി ബണ്ട് വീഡിയോകൾ കാണാം. അത്രത്തോളം ഈ വീഡിയോ നോക്കിയ എല്ലാവർക്കും നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.